ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ജമാഅത്ത് ഫർള് കിഫ അല്ല എന്നും ഫർള് ഐൻ തന്നെയാണെന്നും വാദിക്കുന്നുണ്ട്. ജുമുഅ പോലെയാണ് ജമാഅത്ത്. അഖീല പറയപ്പെട്ടിരിക്കുന്നു ഹിയ ഫർളു ഐനിൻ, ഫർളു ഐൻ തന്നെയാണ് ഏത് ജമാഅത്ത്. ലിൽ ഖബറിൽ മുത്തഫഖി അലൈഹി, ബുഖാരി മുസ്ലിമിൻ്റെ ഹദീസിന് വേണ്ടി ലഖദ് ഹമംതു അൻ ആമുറ ബിസ്സലാത്തി ഫതുഖാമ സുമ്മ ആമുറ റജുലൻ ഫയുസല്ലിയ ബിന്നാസ് എന്ന ഹദീസിന് വേണ്ടി. അതിൽ നിന്ന് വെട്ടിത്തിളങ്ങി കിട്ടും എന്ത്? ഈ കൗല് പിടിച്ചാലും നമസ്കാരം സഹിയാകാനുള്ള ഷർത്തൊന്നുമല്ല, ഒറ്റയ്ക്ക് നമസ്കരിച്ചാലും കുറ്റം ഉണ്ടാകുമെന്ന് മാത്രം. ഈ കൗല് പിടിച്ചാലും നമസ്കാരം സഹീഹ് അല്ല ഒറ്റയ്ക്ക് നമസ്കരിച്ചാൽ എന്ന് ആരും പറഞ്ഞ ഇല്ല. വ്യക്തിപരമായ വുജൂബ് തന്നെയാണ്. ഒരു വിഭാഗം ചെയ്താൽ പോരാ പോലും ഓരോരുത്തരും ഉണ്ടാക്കണം. എന്താ ഈ ഹദീസ്? തീർച്ചയായും ഞാൻ കരുതിന്ന്, ലഖദ് ഹമംതു, ഞാൻ കരുതി ഉറപ്പിച്ചു, അൻ ആമുറ ബിസ്സലാത്തി, എന്താ ഞാൻ കൽപ്പിക്കാൻ, നമസ്കാരം കൊണ്ട്, അതായത് ബാങ്ക് വിളിക്കാൻ. എന്താണ് നമസ്കാരം കൊണ്ട് കൽപ്പിക്കാൻ. എന്നിട്ട് ഫതുഖാമ, ഇഖാമത്ത് കൊടുക്കപ്പെടാനും. അപ്പം ആദ്യം പറഞ്ഞത് അദാനി, രണ്ടാമത്തതോ ഇഖാമത്ത്. ഇനി എങ്ങനെയാക്കാം? ഫതുഖാമ എന്ന് പറഞ്ഞത് തന്നെയാണ് ആമുറ എന്ന് പറഞ്ഞത്. അന്നേരം ഇഖാമത്തിൻ്റെ കാര്യം മാത്രമാവും. ബാങ്ക് ഏതായാലും കൊടുത്തോളൂ എന്നാവും. അതിനേക്കാണോ ഓഹരിയൊക്കെ നല്ലത്. ഞാൻ കരുതി നമസ്കാരം കൊണ്ട് കൽപ്പിക്കാൻ, അതായത് ബാങ്ക് കൊടുക്കാൻ പറയാൻ. എന്നിട്ടോ സമയമാകുമ്പം ഇഖാമത്ത് കൊടുക്കാൻ. എന്നിട്ട് ഞാനും ഒരു വിഭാഗം ആൾക്കാരും ജമാഅത്തിന് പങ്കെടുക്കാതെ വിറകും കെട്ടി തീയും കെട്ടിയിട്ട് സഞ്ചരിക്കാൻ. ആ സമയത്ത് ജമാഅത്തിന് കയറാതെ ആരുണ്ട് നോക്കിയിട്ട് അന്നേരം തന്നെ തീ കൊടുത്തിട്ട് ചാമ്പലാക്കൽ. അങ്ങനെ ഒരു ആഗ്രഹം നബിതങ്ങൾക്ക് ഉണ്ടായി എന്നാണ് പറയുന്നത്. ജമാഅത്തിൻ്റെ സമയമായി, ബാങ്ക് കൊടുപ്പിച്ചു, ഇഖാമത്ത് തുടങ്ങി. അന്നേരം എൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം പുറത്ത് ഇറങ്ങാൻ, അതേ സ്പോട്ടിൽ ചുറ്റിക്കയറി ഇറങ്ങാൻ വീടുകളിൽ. ജമാഅത്തിന് വരാത്തവരുണ്ടോ നോക്കാം. എന്നിട്ട് വീട് ഉൾപ്പെടെ അവരെ എല്ലാം ഒന്നായിട്ട് ചാമ്പലാക്കി കളയാൻ തീ കൊടുത്തിട്ട്. അടുത്തെന്താ കിട്ടുന്നത്? അത്ര ദേഷ്യം പിടിച്ചു എന്നാണ് നബിതങ്ങൾക്ക്. ഞാൻ പിറകോട്ടടിക്കാൻ, സുമ്മ ആമുറ റജുലൻ, ഒരു പുരുഷനെ ഉത്തരവാദപ്പെടുത്താൻ, അയാൾ നമസ്കരിച്ചു കൊള്ളും ജനങ്ങൾക്ക് ഇമാമായിട്ട്. സുമ്മ അന്തലിഖ, പിന്നെ ഞാൻ പോവുക, മഈ ബിരിജാലിൻ മഅഹും, മഈ ബിരിജാലിൻ മഅഹും. മഈ എന്ന് പറഞ്ഞത് ഹാലാണ് റിജാലിൽ നിന്ന്. അപ്പം എങ്ങനെ? ബിരിജാലിൻ മഈ, മഅഹും പറയാം, മഅഹും ഹുസം, അർത്ഥം വെച്ചുമല്ല. മഈ എന്ന് പറഞ്ഞത് ഹാല്, ഏതിൽ നിന്ന്? റിജാലിൽ നിന്ന്. അപ്പം എങ്ങനെയാവും? ഞാൻ പുറത്തിറങ്ങുക കുറച്ച് ആളുകളുമായിട്ട്, മഅഹും ഹുസം, അവരുടെ കയ്യിൽ എന്തുണ്ട്? ഹുസം എന്ന് പറഞ്ഞാൽ ഹുസമും കസീർ, ഇഷ്ടംപോലെ വിറകുകളുണ്ട്. ഓലയും മട്ടലും കടലാസുമായിട്ട് കത്തിക്കാനുള്ള സാമഗ്രികൾ, അതിന് വേണ്ടുന്ന തീയും ആരുടെ കയ്യിലുണ്ട്? എന്നിട്ടോ ഇലാ ഖൗമിൻ, അത് അന്തരിക്കയിലേക്ക്. എവിടത്തേക്കാണ് ഈ റൈഡ് ചെയ്യുന്നത്? ലാ യശ്ഹദൂന സ്വലാത്ത,
അവർ പങ്കെടുത്തിട്ടില്ല ഈ തുടങ്ങിയ ജമാഅത്തിൽ. ആ സമയത്ത് നോക്കിയാലേ തിരിയോ. മറ്റേതാകുമ്പോൾ ഞാൻ വരുന്നുണ്ടെന്ന് അറിയൂലേ, വൈകിട്ടാകുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നു എന്ന് അറിയൂലേ. ഇതേ സ്പോട്ടിൽ നോക്കിയാലോ പങ്കെടുക്കാതെ ആളെ കിട്ടി. അവർ ഉൾപ്പെടെ അവരുടെ വീടുകൾ നശിപ്പിക്കാൻ തീ കൊണ്ട്, അവരെ കത്തിക്കാൻ എന്നല്ല പറഞ്ഞത്. അപ്പൊ എന്താർത്ഥം കിട്ടും? അവരും അവരുടെ സമ്പത്തും അവരുടെ സാധനങ്ങളും എല്ലാം ഉൾപ്പെടെ എന്താക്കി കളയാൻ. അവരെ പുറത്തിറക്കിയിട്ട് വീട് മാത്രം കത്തിക്കലല്ല, അലൈഹിം എന്നാണ്. അവർ വെച്ചുകൊണ്ട് തന്നെ പല കത്തിച്ച് കളയാൻ ഞാറുകൊണ്ട്. അപ്പൊ അവിടുന്ന് നബിതങ്ങളുടെ ഈ ദേഷ്യം കാണുമ്പോൾ എന്താ തോന്നും? ഫർദ് ഐൻ അല്ല. ഈ ഹദീസിനെ തൊട്ട് അവർ ഉത്തരം പറഞ്ഞു, ഫർദ് ഐനൊന്നും അല്ല എന്ന് സമാധാനപ്പെടുത്തണ്ടേ? എന്താ എന്താ ഇത്? കപട വിശ്വാസികളെ പറ്റി വന്ന ഹദീസാണ്. സിയാഖിൽ നിന്ന് അങ്ങനെ കിട്ടുന്നുണ്ട്. അവർ നമസ്കരിക്കാറില്ല പോലും, ജമാഅത്തിന് പങ്കെടുക്കൂല എന്ന് മാത്രമല്ല, ഫുറാദയായിട്ട് അവർ എന്തും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അവരെ പറ്റി ഇങ്ങനെ പറയാൻ കാരണം. ജമാഅത്തിന് പങ്കെടുക്കുന്നില്ല എന്ന് മാത്രം അല്ല, തഹരീഖ് വേണമെന്ന് പറഞ്ഞത് നമസ്കാരം ഉപേക്ഷിക്കുന്നും കൂടിയുണ്ട്. കാരണം അസ്കലു സ്വലാത്തി അലൽ മുനാഫിഖീൻ, മുനാഫിഖീങ്ങളുടെ മേലെ ഭാരമേറിയ നമസ്കാരമാണ് ഇശാവും സുബഹിയും. ഇശായിലും സുബഹിയിലുമുള്ള ബഹുമാനം അറിഞ്ഞെങ്കിൽ അവർ ഇഴഞ്ഞുകൊണ്ടെങ്കിലും വരുമായിരുന്നു. അതിൻ്റെ ബാക്കിയാണ് പറയുന്നത് ഈ സംഭവം. ലഖദ് ഹമംതു വലഖദ് ഹമംതു എന്ന് പറഞ്ഞിട്ട് നേരത്തെ ബാക്കിയാണ്. അപ്പോൾ സിയാഖ് എന്ന് പറഞ്ഞാൽ ബാക്കി. ഇതിൻ്റെ ഹദീസിൻ്റെ ഒഴുക്ക് അങ്ങനെ തെളിയിക്കുന്നുണ്ട്. ഇത് പരിപൂർണമായും ആരെ പറ്റിയിട്ടുള്ള ചർച്ചയാണ്. ഇവർ പിന്നീട് ജമാഅത്തിന് പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല, ഒരു കാലത്തും എന്താക്കലുമില്ല. അപ്പൊ ഇവരെ കത്തിച്ച് തീർക്കേണ്ട തന്നെയല്ലേ? ആരെന്ത് ചെയ്താലും കത്തിക്കാനുള്ള അധികാരമുണ്ടോ? അത് തീ കൊണ്ട് നശിപ്പിക്കൽ ഹറാമാണ് എന്ന വിധി വരുന്നതിന് മുമ്പാണ് ഈ തീരുമാനം. റസൂലുള്ളാഹി തങ്ങൾ കത്തിക്കാൻ തീരുമാനിച്ചല്ലോ. കത്തിക്കുക എന്നത് കോലം കടത്തലല്ലേ? തീ കൊണ്ട് കോലം കടത്തൽ ഹറാമല്ലേ? പിന്നെ എങ്ങനെ അങ്ങനെ തീരുമാനിച്ചു? മുസ്ലിം കോലം കടത്തൽ ഹറാമാണ്, തീ കൊടുത്ത് കരിച്ചു കളയൽ ഹറാമാണ് എന്ന വിധി വരുന്നതിന് മുമ്പാണ് ഈ സംഭവം. അപ്പം എന്താ നിങ്ങൾ വേണ്ടാത്തത് ചിന്തിച്ചു പോയാ? പിന്നെ തീ കൊണ്ട് കരിക്കാൻ പാടില്ല, തീ കൊണ്ട് ശിക്ഷിക്കേണ്ടവൻ അള്ളാഹു മാത്രമാണ് എന്നല്ലേ? പിന്നെ ഇങ്ങനെ ഇവിടെ തീയിടാൻ ആഗ്രഹിച്ചത് മുമ്പാണ്. സ്ത്രീയല്ലാത്തവർക്ക് ഹുംസല്ലാത്തവർക്കും പള്ളിയിൽ നിന്ന് നമസ്കരിക്കൽ തന്നെയാണ് 100% ഗുണകരമായത്. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അത് പള്ളിയിലാണ് പോലും. വൽ ജമാഅത്തു ഫിൽ മസ്ജിദി, ആർക്ക് മാത്രം? ലിഗൈരിൽ മർഗത്തി വൽ ഖുംസ. പിന്നെ ആരാ ഇവിടെ ഉള്ളത് ജമാഅത്തിന് പോകേണ്ടവർ? ഒന്നിക്കൽ ദക്കർ, അത് വളരെ ചെറിയതായാലും ശരി, വലിയ ആള് ചെറിയ ആളെന്ന് ഞാൻ പറയുന്നില്ല, മുമയ്യിദായ കുട്ടിയായാലും ജമാഅത്ത് എന്ന് പറഞ്ഞത് പള്ളിയിൽ നിന്നാണ്. വീടുകളിലാ അഫ്ളലു മിൻഹാ ഖാരിജഹു, എന്താണ്? ജമാഅത്തിനേക്കാൾ ഖാരിജഹു, പള്ളികളുടെ പുറത്തുള്ള ജമാഅത്തിനേക്കാൾ ഏറ്റവും ഉഷാറും അംഗീകൃതവും ഏതാണ്? ലിൽ ഖബറിൽ മുത്തഫഖി അലൈഹി അഫ്ളലു സ്വലാത്തി സ്വലാത്തുൽ മർഇ ഫീ ബൈതിഹി ഇല്ലൽ മക്തൂബ, സമയം നിശ്ചയിക്കപ്പെട്ട ഫർദ് നമസ്കാരം ഒഴികെ. ഇതിൻ്റെ ബാഹ്യം പിടിച്ചാൽ എന്ത് വരുന്ന? ഒറ്റക്കായാൽ പോലും പള്ളിയാ വേണ്ടത്, പക്ഷെ അത്രത്തോളം പിടിക്കേണ്ട പോലും.
എല്ലാ നമസ്കാരങ്ങളും വീട്ടിലാണ് നല്ലത്, ഫർദ് നമസ്കാരം ഒഴികെ. ഫർദ് നമസ്കാരം പള്ളിയിലല്ലേ? അതിൻ്റെ ബാഹ്യം കൊണ്ട് പിടിച്ചാൽ ഇടം വരെ എത്തിപ്പോകും. ഒറ്റക്കായാൽ പോലും പള്ളിയിലാണ് നല്ലത്. മറ്റുള്ളിടത്ത് ജമാഅത്ത് ഉണ്ടായാൽ പോലും ആ ജമാഅത്ത് അവഗണിച്ചിട്ട് പള്ളിയിൽ നിന്ന് ഒറ്റയ്ക്ക് ചെയ്യണം. അത് അങ്ങനെ ഒരു വിധിയില്ല, കുറച്ചേറിപ്പോയി. പിന്നെ വേറൊന്ന് മനസ്സിലാക്കാനുള്ളത്, മക്തൂബത്തിന് മാത്രമേ പള്ളിയുള്ളൂ എന്നും വരും. ഈദൈനി, കുസൂഫൈനി, അതുപോലെ ഇസ്തിസ്ഖാ, ഇതെല്ലാം ഇടത്ത് തന്നെ അഫ്ദൽ. അതും മനസ്സിലാക്കാറുണ്ട്. സുന്നത്ത് നമസ്കാരത്തിന്റെ ബാബിൽ കൂട്ടിയിട്ടുണ്ടല്ല, അന്നവാഫിലി അല്ലത്തി തുസന്നു ജമാഅത്തൻ, അത് മക്തൂബത്തിന്റെ വിധിയാണ്. തറാവിഹ് പോലത്തത്. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഫഹിയ ഫിൽ മസ്ജിദി അഫ്ദൽ, പള്ളിയിലാണ് ഏറ്റവും എന്ത് അഫ്ദൽ. ഏതിന്? ജമാഅത്തിന്. ജമാഅത്തിന് ഏറ്റവും ഏറ്റവും പറ്റിയത്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കാറുണ്ട്, പള്ളിയിൽ ജമാഅത്തേ ഇല്ല, ഇൻഫിറാദ്. പുറമെയാണെങ്കിലോ എന്നാലും അവിടെ മക്കാനിയായ ഷർഫ കണക്കിലെടുക്കേണ്ടത്, ദാത്തിയായ ഷർഫ്. പള്ളിയിലോ അല്ല വീട്ടിലോ ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ മദ്രസയിലോ മാത്രമേ ജമാഅത്തുള്ളൂ. പള്ളിയിലാണെങ്കിൽ ഒറ്റക്ക്. എന്നാൽ ജമാഅത്തിനാണ് പ്രാമുഖ്യം, പള്ളി എന്നതിനാണോ? എത്രത്തോളം എന്ന് വെച്ചാൽ മസ്ജിദുൽ ഹറാമായാൽ പോലും 10,000 കോടി ഫളീലത്തുള്ള സ്ഥലമല്ലേ മസ്ജിദുൽ ഹറാം. അവിടെ പോയ ഒറ്റക്കാവും. പറമ്പത്തോ റോട്ടിലോ വീട്ടിലോ നമസ്കരിച്ചാലോ എന്നാല് ജമാഅത്താ നൽകേണ്ടത്, എന്തല്ല വകദാ. ഇതേ പ്രകാരം വേറൊരു മസ്അല, ലൗ കാനത്ത് ഫീഹി അക്സറ മിൻഹാ ഫിൽ മസ്ജിദി, പള്ളി അല്ലാതെ എടുത്ത് ജമാഅത്തിന് ആളധികം, പള്ളിയിൽ കുറവ്, എന്നാൽ പുറമേയുള്ളതാണ്. ആ മസല ഒരിക്കലും സഹിയല്ല, ആ മസല ബാത്തിലാണ്, അത് ഗണ്ണിക്കുന്നുണ്ട്. ആദ്യത്തെ മസല എല്ലാവരും അംഗീകരിച്ചതാണ്, അതാ കഥ ഇട്ടിട്ട് പുറത്തിട്ടത്. ലൗകാനത്ത് ജമാഅത്തായി ഫീഹി, വീട്ടിൽ, പള്ളി അല്ലാത്തത്, അക്സറ മിൻഹാ ജമാഅത്തിനേക്കാൾ ഫിൽ മസ്ജിദി, പള്ളിയിൽ 20 ആൾ പോലും, വീട്ടിൽ അല്ലെങ്കിൽ ഹാളിൽ 100 ആൾ, എന്നാൽ വീട്ടിലാണ് നല്ലത്. ആര് പറഞ്ഞു പെട്ടുപോയതനുസരിച്ച് അവരെ ഭാഗ്യക്കേടിനങ്ങനെ പറഞ്ഞു പോയി. എന്താണ് ഏതെങ്കിലും രൂപത്തിൽ പള്ളിയിൽ നിന്ന് ജമാഅത്ത് കിട്ടുമെങ്കിൽ 10,000 തള്ളിയിട്ട് പള്ളി പരിഗണിക്കണം. പിന്നെ ആളുകളുടെ വണ്ണം നോക്കണ്ട, അത് ഇല്ല എന്നാണ്. ഹുക്കുഫായാലെല്ലാം കണക്കന്നെ. ഏത്തിക്കാഫിന് ഔലവിയത്ത് പറയുന്നുണ്ട് ജുമാഅത്ത് പള്ളി. അസ്റൈമാവ് പറഞ്ഞു പെട്ടുപോയതെന്താ, ജമാഅത്തിന് ആളധികരിക്കാൻ വേണ്ടിയിട്ട്. ഓഡിറ്റോറിയത്തിൽ കൂടിയ ആളധികം കിട്ടുമ്പോൾ പള്ളിയിൽ കുറച്ചാൾ പോലും. മൈത്തമുതായ മസല, പള്ളിയിൽ എത്ര തന്നെ ചുരുങ്ങിയാലും ഓഡിറ്റോറിയത്തിലും വീടുകളിലും ഹാളുകളിലും എത്ര പെരുകിയാലും ശരി, ആ പെരുകിയ ജമാഅത്തിനേക്കാണ് ഈ നല്ലത്. കാരണം 2 ഫളീലത്തുകൾ ഒരുമിച്ച് കൂടിയില്ലേ, എന്തല്ലോ പള്ളിയിലാവുക എന്നതും. ലിയത്തിനായി സാരി മെനക്കെട്ടിട്ടുണ്ട്. ബിഹിയായിൽ മസാജിദി, പള്ളി സജീവമാക്കാൻ അക്സറ അധികം മെനക്കെട്ടിട്ടുണ്ട്. ആളുകളെ അധികം കൂട്ടുന്നതിനേക്കാണ് പ്രോത്സാഹനം പള്ളി ഹയാത്താക്കുന്നതിലാണ്. അതുകൊണ്ട് കണക്കായി. ഇനി വേറൊരു അത്ഭുതപ്പെട്ട മസലയാണ് ഹസനവി ഇമാമും അസ്റൈ ഇമാമും പറഞ്ഞത്. പള്ളിയിൽ ജമാഅത്തുണ്ട്, ഇവനും പോണ്ട ആളാണ്, പക്ഷേ ഇവൻ പോയാൽ ഇവൻ്റെ വീട്ടുകാർക്ക് ജമാഅത്തേ ഇല്ല.
അങ്ങനെയുള്ളൊരു ഗതികേട് വരും. ഇവൻ പള്ളിയിൽ പോയിട്ടില്ലെങ്കിലും ജമാഅത്ത് നടക്കുന്നുണ്ട്, അതിന് മാത്രം ആളവിടെ ഉണ്ട്. എന്നാൽ ഒരു നിലക്കും ഇവൻ എങ്ങോട്ട് പോണ്ട, അതെപ്പോഴാണ് പോലും പള്ളിയിൽ ജമാഅത്തായി നമസ്കരിച്ചിട്ട് വന്നിട്ട് വീട്ടുകാർക്ക് നമസ്കരിച്ചു കൊടുത്താൽ സാധിക്കൂലെങ്കിൽ അങ്ങനെയും നോക്കണം. പള്ളിയിലെ ജമാഅത്തിന് പങ്കെടുക്കാൻ, മടങ്ങി വന്നിട്ട് ഇനി ആവർത്തിക്കാൻ ആരെ കൂട്ടിയിട്ട് എന്നാ അതാ വേണ്ടത്. കുറേ ഷർത്തുണ്ട് ഈ പറയുന്നത്. പള്ളിയിൽ ജമാഅത്ത് നടത്താൻ ആളില്ല, എന്നാ ഇവൻ തന്നെ അവിടെ ഉണ്ടേ വേണം. പള്ളിയിൽ ജമാഅത്തിന് പോയാലും വീട്ടുകാർക്ക് നഷ്ടം വരില്ല. വീട്ടിലുള്ള സ്ത്രീകൾ, മറ്റുള്ള ആൾ, രോഗികളെല്ലാം ഉണ്ട് പോലും, അവർക്ക് മുടക്കം വരില്ല. ഈടാരോ ഉണ്ട്, എന്നാ പള്ളിയിൽ പോയിക്കോ. നേടായി മസാല. ഇവൻ പോയില്ലെങ്കിലും പള്ളിയിലെ ജമാഅത്ത് മുറയ്ക്ക് നടക്കും, മുടങ്ങും. എന്തിന് നിവൃത്തിയുമില്ല. തിരിച്ചു വന്നിട്ട് വേറെ നടത്താൻ സമയമില്ല. അതുവരെ വീട്ടുകാർ കാത്തു നിൽക്കൂല. അങ്ങനെ കയ്യോ അങ്ങനെയല്ലേ വേണ്ടി. അഹ്സാഹായത്തിലുള്ള ഫളീലത്തായില്ലേ. നാട്ടുകാർ അവടൊപ്പം ജമാഅത്തിനും പങ്കെടുത്ത് അല്പം കഴിഞ്ഞാലും വീട്ടുകാർക്ക് നമസ്കരിച്ചു കൊടുത്ത്, എന്നാൽ ഡബിൾ 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 കൂലിയല്ലേ. അതാകുന്നുമില്ല. ഇവൻ്റെ ഈ പോക്ക് കൊണ്ട് പോരാ പറ്റേ ജമാഅത്തിനെ തൊട്ട് കാലിയായിപ്പോയി, സ്ത്രീകളും രോഗികളും. എന്നാൽ പോണ്ട, എവിടെ തന്നെ കഴിച്ചു കൂട്ട്. അപ്പൊ ഹസല്ല ശ്രമിക്കും വല്ല അതിരയ്യും അന്നദഹാബഹൂലിൽ മസ്ജിദി, അവന്റെ പോക്ക് പള്ളിയിലേക്കുള്ള പോക്ക് ലൗ ഹബതഹ, ജമാഅത്തിനെ നശിപ്പിച്ചാൽ, ഇല്ലാതാക്കിയാൽ, അലാ അഹ്ലി ബൈത്തി, വീട്ടുകാർക്ക്, കാന ഇഖാമത്തുഹ, ജമാഅത്ത് നടത്തലാകും വീട്ടുകാരോടൊപ്പം ഉഷാറാകും എന്തിനു പോകുന്നതിനേക്കാണ്. അപ്പോൾ ഒരു നിലക്കും പള്ളിയിലേക്ക് അങ്ങ് പോണ്ടാവും. എന്താക്കണ്ട, ഇവിടുന്ന് തന്നെ ഒപ്പിക്കണം അരക്കണക്കിലെടുത്തുകൊണ്ട്. ഇതൊരിക്കലും ശരിയല്ല എന്ന് ഖീല. ഇവന് കിട്ടാവുന്ന എല്ലാ ഫളീലത്തും കളഞ്ഞിട്ട് ആരാനിക്ക് വേണ്ടി ഒറ്റിക്കൊടുക്കൽ, ഇവരുടെ കാര്യം ശരിയാക്കാൻ, ഓൻ്റെ വലിയ കാര്യം നിർത്തിയിട്ട് എന്ന് ചോദ്യം ചെയ്ത് പറഞ്ഞവരുണ്ട്. പക്ഷെ ഇബ്നു ഹജർ ഹൈതമി പറയുന്നത് ഈ മസല തന്നെയാണ് സഹി, ചോദ്യം ചെയ്യാൻ അധികാരമില്ല, ഉണ്ട് എന്ന് ഖീല. ഒക്കെ തന്നെ വജിഹു, നവറുണ്ടാക്കാനുള്ള കാരണം എന്താ? ഒരു ചോദ്യം ചെയ്തെങ്കിൽ എന്തടിസ്ഥാനത്തിലാണ് ഒരു ചോദ്യം ചെയ്തത്? ഈ മസലയെ എന്താണ്? ഇതിൽ തിരഞ്ഞെടുപ്പുണ്ട് മറ്റൊരാളെ ഇബാദത്ത് കൊണ്ട്. ഇവൻ്റെ ഇബാദത്ത് മാറ്റിവെച്ചുകൊണ്ട് ആർക്ക് തിരഞ്ഞെടുപ്പ് കൊടുത്ത്? ഇഖ്തിയാറല്ലിൽ ഗൈരി അലാ നഫ്സിഹി ബിഹുസൂലിൽ ഖുർബത്തി, ബഹുമാനവും അംഗീകാരവും പ്രതിഫലവും സ്വന്തം നേടാതെ ആർക്ക് നേടിക്കൊടുക്കലായി? അതിൻ്റെ ആവശ്യം എന്ത് എന്നാണ് ആര് ചോദിക്കുന്നത്? കിലക്ക മഅ ഇംകാനി തഹ്സീലിഹാ ലഹു, അവർക്ക് ഈ ജമാഅത്ത് കിട്ടുമല്ലോ. എങ്ങനെ കിട്ടും? ബിഅൻ യുഈദഹാ മഅഹു, ഇവനൊന്നും കൂടി നമസ്കരിച്ചാൽ മതിയല്ലോ ആരെ കൂട്ടിയിട്ട്. പിന്നെന്തിനായി പോകാണ്ടിരിക്കുന്നത്? ഇതാ ഖീലക്കാരുടെ നോട്ടം. അപ്പൊ ഖീലക്കാർ നമ്മളുടെ അവതരണം മനസ്സിലാക്കിയിട്ടില്ല. അസ്നവി എതിരായി മടക്കി നമസ്കരിക്കാൻ കഴിയുന്നിടത്ത് നമ്മൾ പോണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാ? പിന്നെ എവിടെയാ സാധിക്കാതെ എടുത്താന്ന് പോണ്ട, ഇവിടെ തന്നെ നിൽക്കുന്ന് പറഞ്ഞത്. ആ ബിഅന്നൽ ഫർള, നമ്മൾ തുടങ്ങിയത് തന്നെ ഫവാത്തുഹ, ജമാഅത്ത് കിട്ടുകയില്ല ആർക്ക്? അഹ്ലു ബൈത്തിന്. ലൗ ദഹബലിൽ മസ്ജിദീൻ, പള്ളിയിൽ പോയാൽ ആർക്കില്ല? മടങ്ങി വന്നിട്ട് ജമാഅത്ത് നടത്താൻ കഴിയുമെങ്കിൽ പിന്നെ അഹ്ലുകാർക്ക് ജമാഅത്തില്ല എന്ന മസല വരോ? ആടെ മുടങ്ങുന്ന രൂപ എപ്പാ വരത്ത്? മടങ്ങി വന്നിട്ട് ആവർത്തിക്കാൻ ഇല്ലാതെടുത്തല്ലേ വരും. ആടെയല്ലേ നമ്മള് ചർച്ച. നമ്മൾ പറഞ്ഞത് പള്ളി മുടങ്ങുന്നില്ല ജമാഅത്തിനെ തൊട്ട് ഇവന്റെ പോക്ക് കൊണ്ട്. അങ്ങനെ ഉണ്ട്. ലാ തതഅത്തലു ബിഗൈബത്തിഹി എന്നുണ്ട്.
ജമാഅത്ത് മുടങ്ങുന്നില്ല, പള്ളിയിലെ ജമാഅത്ത് ഇവൻ്റെ പോകാതിരിക്കലുമുണ്ട് അല്ലേ? ഇതെല്ലാം വെച്ചുകൊണ്ടല്ലേ നമ്മൾ പറഞ്ഞത്. അന്നഹു ലായത്തായത്തരു, പള്ളി മുടങ്ങിപ്പോയിട്ടുമില്ല ജമാഅത്തിനെ തൊട്ട്. വിഗൈബത്തിഹി, ഇവൻ്റെ പോകാതിരിക്കലുമുണ്ട്. ഫർദ് കിഫായ മുടക്കിയില്ലേ എന്നാ ചോദിക്കുന്നത്. എവിടുന്നാ മുടക്കി? നമ്മൾ സംസാരിച്ചത് തന്നെ അടിയാണ് മുടങ്ങാതെടുത്ത്. ലാത്തത്താഴത്തരു ഫർദ് കിഫായ എന്ന ജമാഅത്ത് മുടങ്ങുന്നില്ല ഇവൻ്റെ പോകാതിരിക്കൽ കൊണ്ട്. കാരണം നമ്മൾ പറഞ്ഞ ചർച്ച മുഴുവൻ അടിയാൻ ഫർദ് കിഫായ മുടങ്ങാതെ രൂപത്തിലല്ലേ. മുടങ്ങുമെങ്കിൽ വീട്ടിൽ നിന്ന് മുടക്കിയിട്ട് അങ്ങനെ വേണ്ടേ? പിന്നെ വീട്ടുകാർക്ക് ഒരു നിലക്കും ജമാഅത്ത് കിട്ടാൻ വേറെ വഴിയില്ല എന്നും പറഞ്ഞു. മടങ്ങി വന്നിട്ട് ജമാഅത്ത് നടത്താൻ പറ്റുമെങ്കിൽ വേറെ വഴി ഉണ്ടായില്ലേ? അവിടെയാ ചർച്ച. ഇതെല്ലാം ഒത്തു വന്നാൽ പിന്നെ മറ്റൊരാൾക്ക് വേണ്ടി ഒറ്റിക്കൊടുക്കലുണ്ടോ? അതുകൊണ്ട് കീലക്ക് കാര്യമില്ല, നദറുണ്ടായിനി. അപ്പൊ ഇത് സർവാംഗീകൃത മസല തന്നെയല്ലേ? വീട്ടുകാർ വെറും ഒറ്റപ്പെട്ടു പോകും. സ്ത്രീകൾക്ക്, രോഗികൾക്ക് നമസ്കരിച്ചു കൊടുക്കാൻ ആളില്ല. പള്ളിയിൽ ജമാഅത്ത് കഴിഞ്ഞിട്ട് ഇനിയും ഇവിടെ കുറച്ച് വൈകിയിൽ നടത്താൻ അതിന് നിർവാഹമില്ല. ഇവൻ്റെ പോകാതിരിക്കൽ കൊണ്ട് പള്ളിയിൽ മുടങ്ങാനുമില്ല. എന്നാൽ ഇവ പള്ളിയിൽ പോകാൻ പാടില്ല. എന്താ വേണ്ടത്? ഇവിടെ തന്നെ നിൽക്കുന്നു. ആരെ സംരക്ഷിക്കാൻ? ശരിയാണ്, നല്ലത്. ജമാഅത്ത് കിട്ടൽ ലഹു വിസവബിഹി, ഇവൻ്റെ കാരണം കൊണ്ട്. ഇവൻ പള്ളി പോക്ക് മുടക്കിയിട്ടാണ് സ്വന്തം ജമാഅത്ത് നേടിക്കൊടുക്കുന്നത്. ആർക്ക്? ഇത് തുല്യമാകും. എത്ര ഫضലിന്? പള്ളിയിൽ നിന്ന് നേടുന്ന അത്ര തന്നെ ഫضല് ഇവിടുന്നും കിട്ടിക്കളയും. ആരെ കാത്തു സംരക്ഷിച്ചുകൊണ്ട്? അത് സാധാരണയാവും. ചിലപ്പോ ഇത്രയും ആൾക്കാരെ ഹായിവാക്കണ്ടല്ലോ. ഇവരെ ജമാഅത്തിനെ തൊട്ട് പട്ടിണിയിലാക്കേണ്ട ആവശ്യം എന്ത്? അപ്പൊ അധികവും കിട്ടും. പഹുവ, ഇവൻ പോകാതെ മുടങ്ങിക്കൽ ആരെ പോലെയായി? മുസായത്തിൽ മജ്റൂറി, വലിക്കപ്പെട്ടവൻ താണു സഫിൽ നിന്ന്. ഒന്നാം സഫിൽ നിന്ന് ഒരാളെ വലിച്ച്, ഒരാൾ ഒറ്റക്കായ സമയത്ത് വലിച്ചിട്ട് ഇവനെ രണ്ടിലേക്ക് നിർത്തി. ഒന്നാം സഫ മുന്തിയത്, രണ്ടാം സഫ ഒന്ന്. പക്ഷെ ഇവിടെ ഏതാ മുന്തിയത്? രണ്ട്. മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടി. ജമാഅത്ത് നടത്താൻ വഴിയില്ല. ഒരാൾ ഒരു സഫ് പൂർത്തിയായാൽ ഒറ്റക്ക് നിൽക്കേണ്ട ഗതികേടാകുമ്പോൾ ഇവൻ കൈകട്ടി ഉടനെ വലിച്ചു പുറത്തിട്ട്. ആരെ? മുമ്പിലുള്ള ആളെ. അപ്പം അയാൾക്ക് ഒന്നാം സഫ് പോയി. എന്നാൽ കൂലിയുണ്ട് ഇവനിക്ക് വഴങ്ങി കൊടുത്താൽ. ഇവനിക്ക് ജമാഅത്ത് ഉണ്ടാക്കി കൊടുത്ത വകയിൽ അതേ മസാലയിൽ ഇവിടെ വരുത്ത്. അപ്പോൾ ഇന്നലക്കും ഇവിടെ പോവുക വേണ്ട, വേണ്ട വേണ്ട. അമ്മൽ മറിയത്തു, സ്ത്രീയോ അവൾക്ക് വളരെ 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 ഉഷാറ് അവിടെ തന്നെ വീട്ടിൽ. എത്ര കണ്ട് മറയും ഭദ്രതയും കിട്ടുന്നോ അത്ര നല്ലത്. നിങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾ പള്ളികളെ തൊട്ട് തടയണ്ട. തടയാൻ മാത്രമൊന്നുമില്ല, എന്ത് തന്നെയായാലും അവരുടെ വീടുകൾ തന്നെയാണ് ഖൈർ. കാരണം 1-ാം നൂറ്റാണ്ടിൽ പോലും എല്ലാ സന്ദർഭവും ഒത്തിട്ടും നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവാദം കൊടുത്ത 1-ാം നൂറ്റാണ്ട് വളരെ പരിശുദ്ധമായ കാലഘട്ടം. അവിടുത്തെ ഇമാം നബീന റസൂലുള്ളാഹി, അവിടെ അണികളായി പങ്കെടുക്കുന്നത് പരിശുദ്ധന്മാരായ സഹാബത്ത്, ലക്ഷോപലക്ഷം പ്രതിഫലമുള്ള പള്ളി, അച്ചടക്കവും അതുപോലെ ശരിയായ ഹിജാബും എല്ലാം പാലിച്ചുകൊണ്ടുള്ള സ്ത്രീകൾ. അന്ന് ഉമ്മു ഹുമൈദ് ചോദിച്ചില്ലേ, അബൂ ഹുമൈദ് സായിദിൻ്റെ ഭാര്യ, ഞാൻ തങ്ങളുടെ പിന്നാലെ നമസ്കരിക്കാൻ വരട്ടെയോ? വരണ്ട, നീ വീട്ടിൽ നിന്ന് തന്നെ കഴിച്ചു കൂട്ടണം എന്നല്ലേ പറഞ്ഞത്. ഇത്രയും ചാൻസ് ഉണ്ടായിട്ട് പോലും ഇമാമിൻ്റെ മഹത്വം, മഹ്മൂമിൻ്റെ മഹത്വം, പള്ളിയുടെ മഹത്വം, സന്ദർഭത്തിൻ്റെ മഹത്വം, അച്ചടക്കത്തിൻ്റെ മഹത്വം
ഇതെല്ലാം ഒത്തിട്ടും അയച്ചാ ഇല്ല. ഇനി ചോദ്യത്തരാ പറയും. തടയണ്ടെന്ന് പറഞ്ഞത് അങ്ങനെ തടയുകയല്ലേ വേണ്ടത്? തടയലല്ലേ ആവശ്യം? ഫൈൻകുൽത്ത ഇതാക്കാനത്ത് ഖൈറൻ ലഹുന്ന, ഇതാക്കാനത്ത് ഖൈറൻ ലഹുന്ന. പിന്നെന്താ അവരെ തടയാൻ പാടില്ല എന്ന് പറഞ്ഞത്? ലാ തംനഉ നിസാഅക്കും. എങ്ങനെയുള്ള തടയല്? അൽ മുസ്തൽസിമി ലിദാലിക്കൽ ഖൈർ. ആ ഗുണം നേടണമെങ്കിൽ തടയന്നെ വേണ്ടേ? ഉപയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന എന്ന മെച്ചം കിട്ടണ്ടെങ്കിൽ തടയല്ലേ വേണ്ടത്? പിന്നെന്താ നിങ്ങൾ തടയാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞത്? തടയാൻ മാത്രമില്ല പോലും, പെരുന്നാൾ വന്നോട്ടെ മെനക്കെട്ട് തടയണ്ടെന്നാ പറഞ്ഞത്. തടയണം എന്നല്ലേ പറയേണ്ടത്? തടയണ്ടെന്ന് പറഞ്ഞ എന്തേ? കുൽത്തു അമ്മന്നയ്യോ ബഹുവലി തൻസീഹി. തടയണ്ടെന്ന് പറഞ്ഞത് തൻസീഹിനുള്ളതാണ്. അതായത് തടയൽ വലിയ കാര്യമില്ല, തടയാൻ മാത്രം ഇല്ലാന്ന്. തടയണ്ട, തടഞ്ഞു പോകരുത് കർശന ഓർഡറാ? അവർ അനുവദിച്ചു കൊള്ളണം എന്ന് നിർബന്ധത്തിൻ്റെ ഓർഡറാ? പിന്നെങ്ങനെ? തടയണ്ട എന്ന നഹി തൻസീഹിന് ഇപ്പം എന്താ? നിങ്ങൾക്ക് നല്ലത് എന്താണ്? തടയാതിരിക്കലേ. തടയാതിരുന്ന് കൊള്ളണം എന്ന് പറഞ്ഞാ അപ്പൊ യഥേഷ്ടം അനുവദിക്കണം എന്നാവും. അങ്ങനെ നമ്മൾ പറഞ്ഞാ ഇല്ല. കമായുസരിയു സിയാഖുൽ ഹദീസ് എന്താണ്? ഖൈറുൽ ലഹുന്ന എന്ന ഹദീസ് അത് അറിയിക്കുന്നുണ്ട് അല്ലേ? സുമ്മൽ വജ്ഹു, എന്നിട്ടോ സുമ്മൽ വജ്ഹു ന്യായം ഹംലുഹു, ഈ ഹദീസിനെ ചുമത്തണം അലാ സമനിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തംനഉ നിസാഅക്കും എന്ന ഹദീസ് നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് പരിമിതമാണ്. അത് അലാ ഗൈരിൽ മുസ്തഹിയാത്തി അല്ലെങ്കിൽ ആരുടെ മേലെ? കണ്ടാൽ ആഗ്രഹിക്കപ്പെടാത്ത സ്ത്രീകളുടെ മേലെ. ഇതാക്കുന്ന മുബ്തദിലാത്തി, അവർ ജീർണിച്ച വസ്ത്രത്തിൽ വന്നാൽ. മുത്തബദ്ദിലാത്തി എന്നും പറയാം. ജീർണിച്ച് വളരെ മോശമായ വസ്ത്രത്തിലാണ് അവർ വന്നത്, പഴകി ജീർണിച്ചതായ വസ്ത്രത്തിൽ എന്ന് ചുമത്തിയാലും മതി. വന്നത് യുവതികളല്ലാന്ന്. അവിടെയാണ് എന്തിനു മാത്രം ഇല്ല എന്ന് പറഞ്ഞത്? ഒന്നിക്കൽ നബിതങ്ങളുടെ കാലത്ത് നോക്കണം, അനിഷ്ടങ്ങളൊന്നും സംഭവിക്കാത്തത് കൊണ്ട്. അല്ലെങ്കിലോ പിന്നീടുള്ള കാലഘട്ടത്തിലാണെങ്കിൽ ആ വന്നത് ആരല്ല വരാനൊരുങ്ങുന്നത്? അല്ല, അവർ വരുന്നത് തന്നെ സ്റ്റൈലും വസ്ത്രത്തിലുമല്ല. എന്നാൽ രണ്ട് ചേർത്ത് ശാബത്തല്ല വന്നത്. അതും കണ്ടാൽ ആഗ്രഹിച്ച് നല്ല വസ്ത്രത്തിലും അല്ല വന്നത്, രണ്ട് ചേർത്ത്. എന്നാൽ എന്തിനു മാത്രം ഇല്ല? ആ, ഈ രണ്ട് ചേർത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് വിട്ടാലോ? യുവതി തന്നെയാ വന്നത്, ജീർണിച്ചതായ വസ്ത്രത്തിൽ. തടയണ്ടേ? അല്ലെങ്കിൽ വികൃതികളാ വന്നത്, വസ്ത്രം തടയണ്ടേ? വൽമാന ആകെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അന്നഹുന്ന വൈനുരീദ ബിഹിന്ന ദാലിക. എന്താ അന്നഹുന്ന വൈനുരീദ ബിഹിന്ന ദാലിക? സ്ത്രീകളോട് തേടപ്പെട്ടെങ്കിലും ശരി ജമാഅത്ത് വേണം എന്ന്. വനഹ അമ്മൻ ഇഹിന്ന, വരാനൊരുങ്ങുന്നവരെ തടയാൻ പാടില്ല എന്ന് പറഞ്ഞാലും എന്താ തടയാൻ പാടില്ല? ലിഅന്ന ഫിൽ മസ്ജിദി ലഹുന്ന ഖൈറൻ, അവർക്കും പള്ളിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടണ്ടേ, അതുകൊണ്ട് എന്ന് പറഞ്ഞാലും ഇതെല്ലാം ഒത്തിണങ്ങിയാലും അതിനെ മറികടക്കുന്ന പുണ്യം, പുണ്യത്തിന്റെ മേലെ പുണ്യം എവിടുന്ന? ആ, ഇവിടുന്ന് എന്തെങ്കിലും കിട്ടുമായിരിക്കും. ആ കിട്ടുന്നത് മോശമെന്നല്ല പറയും, അതിനേക്കാണ് എത്രയോ 10 മടങ്ങ് എഴുന്നേണ്ട കിട്ടിക്കോളും. എന്നഹ ബുയൂത്ത് തന്നെയാണല്ലോ അബുഅദു ദൂരപ്പെട്ടത്. അനി തുഹമത്തി, തുഹമത്ത് തെറ്റിദ്ധാരണ, തുഹ്മത്ത് എന്ന് അറബിയില്ല. ലിഇൽമി ഇർഫാനിൻ വളന്നി തുഹമ തദിയതുല്ലി വാഹിദിൻ മുൽതസമ. അൽഫിയ ലന്നാവ ഖവാത്തിലുണ്ട് 215 ബൈത്ത്. ലിഇൽമി ഇർഫാനി,
വലന്നി തുഹമത്തിൻ, തുഹ്മത്ത് എന്നല്ല ഇബാറത്ത്, തുഹമത്ത്. ലിഇൽമി ഇർഫാനിൻ വലന്നി തുഹമ തഹദിയത്തുൻ ലിവാഹിദിൻ മുൽതസമാ. തെറ്റിദ്ധാരണ കുറവ് എവിടെയാണ്? അല്ലത്തി എങ്ങനെയുള്ള തുഹമത്ത് ഖത്തഅഹ്സനു മിനൽ ഖുറൂജി, ആ തുഹമത്ത് ഉണ്ടായിത്തീരും എന്തിനാൽ? ലാസിയമാ, പ്രത്യേകിച്ച് ഇനിസ്തുഹിയത്ത്, കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന പ്രായം എത്തിച്ചാൽ, യുവതികളായാൽ, ഔ തസയ്യനത്ത്, അല്ലെങ്കിൽ ആ പ്രായമല്ല വസ്ത്രധാരണ മെച്ചപ്പെട്ടാൽ, വസ്ത്രധാരണ മെച്ചപ്പെട്ടാൽ തുഹമത്തുകൾ വരും, ഫിത്നകൾ വരും. അതുകൊണ്ട് അതുകൊണ്ടാണല്ലോ ജമാഅത്തിൽ മസ്ജിദി, വീട്ടിലുള്ള ജമാഅത്തല്ല പറഞ്ഞത്, പബ്ലിക്കിലുള്ള ജമാഅത്തിൽ അവള് പുറപ്പെടലും പങ്കെടുക്കലും എന്താണ്? എപ്പോഴും കറാത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാവില്ല. ഇൻകാനത്ത് തുസ്തഹ, അജൂസത്തിന് കറാത്ത് വരോ? അവരില്ല. കറാത്തായിരിക്കാത്ത മിനിമം എല്ലാ ഷർത്താലും കറാത്തുണ്ട്. വലൂഫി സിയാബിൻ റസ്സ, പഴകി ജീർണിച്ച് ദുർബലമായ വസ്ത്രമായാലും ശരി, കണ്ടാൽ അറുപ്പും വെറുപ്പും തോന്നുന്ന വസ്ത്രം പോലും ആരും അങ്ങോട്ട് അടുക്കാൻ ചെയ്യൂല. പ്രായമാണെങ്കിൽ അങ്ങേയറ്റം അല്ല, ഇങ്ങനത്തെ തുഷ്ട പ്രായം കണ്ടാൽ ആഗ്രഹിക്കുന്നത്, വസ്ത്രം വളരെ ജീർണിച്ചത്, എന്നാലും ശരി എന്ത് വരും? കറാഹത്ത് വരും. അല്ലെങ്കിൽ ഔലാ തുസ്തഹ, പ്രായം കൊണ്ടെന്തല്ല അഹ്സാകായത്തിലെത്തിന് പോലും 140 വയസ്സ്, അവിഹാശയും മിനസീന അവിത്തുബി, ലെവലേശ സ്റ്റൈലോ വസ്ത്രത്തിന് സ്റ്റൈലോ സുഗന്ധമോ ഉണ്ട്, എന്നാലും കറാഹത്ത് വരും. കറാഹത്തിൽ നിന്ന് ഒഴിവാകുന്ന ഏതെങ്കിലും കെട്ടുണ്ടാവോ? ഇല്ല. വലിൽ ഇമാമി ഔനായി ബിഹി, തുസ്തഹ അല്ലാത്തവർക്ക ഇല്ല, അജൂസത്തിന് കറാത്ത് വരില്ല, തുസ്തഹയിലേക്ക് കറാത്ത് വരില്ല. എന്നാലും ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന, അവർക്ക് സുന്നത്ത് കിട്ടുമെന്നാണ് പള്ളി വന്നാലും. പക്ഷെ അതിൻ്റെ ഡബിൾ സുന്നത്ത് അവിടെ കിട്ടും. അങ്ങനെ വരുന്നുണ്ട്. ഏതുപോലെ ഇഫ്തിറാസ് പറഞ്ഞിട്ടില്ലേ, 2 കാല് കുത്തനെ വെച്ചിട്ടുള്ള ഇഫ്തിറാസ് ഇല്ലേ, അത് സുന്നത്ത് തന്നെയല്ലേ? 2 കാല് സ്റ്റാൻഡിങ്ങിൽ വെച്ചിട്ട് ചന്തിക്കെട്ട് അതിൻ്റെ മേലെ എടുത്ത് വെച്ച്, അത് സുന്നത്താണ് എന്ന് പറയുന്നുണ്ട്. അതേ സമയത്ത് ഇടത്തേക്കാലും മേലെ ഇരുന്നിട്ട് വലത്തേക്കാല് സ്റ്റാൻഡിങ്ങിൽ വെക്കൽ, അത് സുന്നത്താന്ന് പറഞ്ഞു. അപ്പം പിന്നെ എങ്ങനെ? അപ്പം ഇത് കറാത്താണ്ടേ? അവിടെ എങ്ങനെ മനസ്സിലാക്കൽ? അജൂസത്ത് പള്ളിയിൽ വന്നാൽ സുന്നത്ത് കിട്ടും പോലെ, വസ്ത്രം മെച്ചപ്പെടാൻ പാടില്ല, തീപം പാടില്ല, എന്നാൽ സുന്നത്ത് കിട്ടി. ഉപയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന എന്ന് പറഞ്ഞത് അജൂസത്തിനും ബാധകം വന്നു. അപ്പം എന്നിങ്ങനെ ഇവിടെ വന്നാൽ കറാത്ത് കിട്ടുന്നുമില്ല. എവിടെ? അപ്പൊ എങ്ങനെ ചുമത്തല്? 2 സുന്നത്ത് എന്താകും? മത്സരിക്കും. അന്നേരം ഒന്നിനേക്കാണ് വലുതാവും. അതിന്റെ ഉദാഹരണം പറഞ്ഞത് പണ്ഡിതന്മാർ. എങ്ങനെയാ കാല് വെക്കുന്നത്? 2 കാലും കുത്തനെ വെച്ചിട്ട് ചന്തിക്കെട്ട് അതിന്റെ മേലെ വെച്ചാൽ ഒന്നാമത്തെ തഹിയ്യാത്തുൽ സുന്നത്ത് കിട്ടൂലേ ഇഫ്തിറാസിന്റെ? അതേ സമയത്ത് പണ്ഡിതന്മാർ എങ്ങനെ പഠിപ്പിച്ചത്? ഇടത്തെ കാലിന്റെ മേലെ ഇരിക്കുകയും വലത്തേത് കുത്തനെ വെക്കുകയും ചെയ്യല്. ഇവ രണ്ടും നോക്കിയാൽ ഇതും സുന്നത്ത് തന്നെ, അതും സുന്നത്ത് തന്നെ. മിനിമം സുന്നത്ത് അത് കിട്ടും. നല്ലത് ഈ മോഡൽ. അതേപോലെ പറ അജൂസത്തിന് അജൂസത്ത് താവ് കൂട്ടുന്ന മുബാലക്ക് ആണ്, പെണ്ണ് വേർതിരിക്കാനല്ല. അജൂസ് എന്ന് പറഞ്ഞാൽ തന്നെ കളവത്തിയാണ്. അജൂസത്ത് എന്ന് പറഞ്ഞാലോ വല്ലാണ്ട് കളവത്തിയായി എന്ന്. താവ് എങ്ങനെ ചേർത്ത് അറിയാണ്ട് പെട്ടതാന്ന് തോന്നണ്ട. വലാ തലീഫാരിഖതം ഫാറൂല അസ്ലം വലൽ മിഫ്ആല വൽ മിഫ്ഈല. ഫഊല് വസ്നി താവ് ചേർക്കലില്ല. എപ്പോഴും ആണ് പെണ്ണ് എന്ന് വേർതിരിക്കാൻ. അജൂസ് എന്ന് പറഞ്ഞാൽ കിളവനും അജൂസത്ത് എന്ന് പറഞ്ഞാൽ കിളവി എന്നർത്ഥം കിട്ടൂല. അതേ സമയത്ത് താവ് മുബാലകൾക്ക് വേണ്ടി താവില്ലേ? അതാ ഞാൻ പറഞ്ഞത്. അഹ്സാകായത്തിലുള്ള പ്രായത്തിലെത്തിയ പെണ്ണ്
ഉദാഹരണം ഒരു 350 വയസ്സ് ഒരു പള്ളിയിൽ പോയി സുന്നത്ത് കിട്ടുന്നില്ലേ? എങ്ങനെ? തീവില്ലാണ്ട് സീനത്തില്ലാണ്ട് ഒരു പരക്ക് നിസ്കരിച്ച് അതും പുണ്യകരമല്ലേ? ഈ 2 പുണ്യം വെച്ച് നോക്കിയാൽ വീട്ടിൽ നിന്ന് തിരിഞ്ഞില്ലേ? ഭരണാധിപൻ സ്റ്റേ ഇട്ടോളണം പോലും പള്ളിയിലേക്ക് വരുന്ന കണ്ടാലും ഒരൊറ്റ കുട്ടിയും ഇങ്ങ് കാല് വെച്ചുകൊണ്ട ഭരണാധിപൻ കർശന നിയമം പാലിക്കണം പോലും പെണ്ണുങ്ങൾ ഇങ്ങോട്ടേക്ക് വരലിനെ തൊട്ട്. കമാ അന്നലഹു മൻ അമന്നകല ദാരീഹിൻ ഗരീഹിൻ. എന്താണ്? ദുർവാസനയുള്ള വല്ലതും തിന്നവനെ തടഞ്ഞു നിർത്തൽ ആർക്ക് നിർബന്ധമായതുപോലെ നിർബന്ധവും ജായിസ് എല്ലാം പറയുന്നുണ്ട്. ആർക്കിങ്ങനെ? എന്തിനെ തൊട്ട്? വലിൽ ഇമാമി എന്നാ പറഞ്ഞത്. ഇമാമിന് ജായിസാണ്. കറാഹത്ത് എന്നുള്ള കൗരി പിടിച്ചാലും ഹറാമിലേക്ക് എത്തിയിട്ടില്ല. എന്നാലും എന്താക്ക വലിൽ ഇമാമീൻ ഉജൂബിലേക്ക് എത്തിയിട്ടില്ല. ലാമു ജവാസിന്റെ ലാമാണ്. പക്ഷേ തടയലാണ് ഖൈർ എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് കൈമാറും? ഉജൂബിനെതിരല്ല. എങ്ങനെയായാലും ഇമാമിന് മുടക്കയില്ല എന്നർത്ഥം. ജവാസായിട്ടും ഉജൂബായിട്ടും നാട്ടിൻ്റെ ഖൈർ തടയുന്നതിലാണെങ്കിൽ എന്തായാലും നിർബന്ധമാവും. ഖൈറൊന്നും ഇല്ലെങ്കിൽ തന്നെ എന്തുണ്ട്? അനുവദനീയാണ്. തിരിഞ്ഞില്ലേ? ഇനി ഈ കാലഘട്ടത്തിൻ്റെ മസല സ്ത്രീകൾക്ക് കൊടിയ ഹറാമല്ലേ പരസ്യമായ ജമാഅത്തിന് പങ്കെടുക്കല്? ഇതിന് വലിയ ആരെ സമ്മതം ഇല്ലാണ്ട് പോകാൻ പറ്റോ? ഇല്ല. ആരാ നിങ്ങളെ പറഞ്ഞയച്ചത്? ആരാ പെർമിറ്റ്? പോയാൽ ഖൈറുണ്ടോ ഇല്ലയോ എന്ന് ഇവൻ പരിശോധിച്ചിട്ട് ഉത്തരം പറയട്ടില്ലേ? വലിയ സമർപ്പിക്കണ്ടേ ഓരോ നേരത്തും പോകുമ്പോൾ? അത് ഹലീൽ ഭർത്താവിൻ്റെ ഹുമ രണ്ടാളിന് സമ്മതവും വേണം. എടെ വിവാഹിതയായ അമത്താണ്. വേറൊരാൾക്ക് വിവാഹം ചെയ്ത അമത്താണെങ്കിൽ 2 ആളെ പെർമിറ്റ് വേണം പുറത്തിറങ്ങണ്ടിക്കൽ. ലക്ഷ്മണരേഖക്ക് പുറത്ത് കാല് കുത്തണ്ടിക്കൽ 2 ആളെ അലോട്ട്മെന്റ് വേണം പോലും. അതല്ലോ പിന്നെന്തറിഞ്ഞിട്ടാ കാല് കുത്തിയത്? അതുപോലെ ഇതൊന്നുമില്ല. ഭർത്താവില്ല, വലിയില്ല, സയ്യിദില്ല, ഒന്നുമില്ല. എന്നെങ്കിൽ തന്നെ ഖശിയത്തി ഫിത്തിന, ഒന്നുമില്ലെങ്കിൽ തന്നെ ഫിത്തിന ഭയപ്പെടുകയാണെങ്കിൽ എന്താ? ഫിത്തിനന്റെ ഒരു സിഗ്നൽ വരുന്നെങ്കിൽ തന്നെ ഹറാമൊന്നില്ലേ? ഖശിയത്തി ഫിത്തിന എന്നാ പറയും, ഉജൂദുൽ ഫിത്തിന എന്നല്ല. ഫിത്തിന ഉണ്ടായെങ്കിൽ എന്നല്ല. വൈലം യഹ്സുൽ ലന്നു ദാലിക്കാന്ന് ലന്നും വേണ്ട. ഫിത്തിന വന്നേക്കുമോ എന്ന് ഊഹിച്ചാൽ തന്നെ എന്താവും? അപ്പൊ ഹറാമിൽ നിന്ന് ഒഴിവാണ്ടെങ്കിൽ ഫിത്തിന ഇല്ല എന്ന് അതിനൊരു യഖീനാവണം 100%. അത് ഈ കാലഘട്ടത്തിൽ ആവുമോ പറയാമെന്നല്ലാണ്ട് ഐനുൽ യഖീനാകണം, ഹഖുൽ യഖീൻ. ഫിത്തിന ഇല്ല. ഫിത്തിനന്റെ ഖശിയത്തോടു കൂടി ഹറാമായി ധന്യമാണോ? വേണ്ട. ഫിത്തിന ഉണ്ടാവല് അവളെ വക്കലിൽ നിന്ന് പുരുഷന്മാർക്ക്, പുരുഷന്മാരിൽ നിന്ന് ആരാ വക്കല്? വലിൽ ആദിനിലഹാ ഫിൽ ഖുറൂജി ഹുക്മുഹു. സമ്മതം കൊടുക്കുന്നവൻ ഇതേ വിധിയാണ്, പോകുന്നതിൻ്റെ അതേ വിധിയാണ് സമ്മതം കൊടുക്കുന്നവർക്കും. ഹറാമായിട്ടും വരും, കറാഹത്തായിട്ടും വരും, സുന്നത്തായിട്ടും വരും, അല്ല വരൂലേ? മിസ്ലുഹാ പെണ്ണിനെ പോലെയാണ് ഫീ കുല്ലി ദാലിക അൽ ഖുൻസ. അരി വബുഹിസ ചർച്ച ചെയ്യപ്പെട്ടു ഇൽഹാഖുൽ അംറദിൽ ജമീലി. സ്റ്റൈലൻ ആൺകുട്ടിയെ ചേർക്കപ്പെടണം. ആരോട്? പെണ്ണിനോട്. പെണ്ണിൻ്റെ അതേ വിധിയാന്ന് പോലും അമൃതായ കുട്ടിക്ക്. കോമളനായ പിഞ്ചുപാലന് ആരവിധി? ഫീദാലിക്കായില്ല. ഇതിനെല്ലാം ആരെപ്പോലെയാണ്? പക്ഷെ അങ്ങനെ പറയാൻ പാടണ്ട. എല്ലാ വിഷയത്തിലും എല്ലാ നിലയിലും പെണ്ണിൻ്റെ വിധിയാണ് എന്ന് പറഞ്ഞത് എന്താണ്? അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ആണിൻ്റെ വിധിയുമുണ്ട്. ചില സന്ദർഭത്തിൽ പെണ്ണിനെ പോലെ ആകേണ്ടി വരും. അല്ലല്ല ഇത്തിലാക്കാണോ?
ഇല്ല. പെണ്ണിനേക്കാൾ കുറച്ചും കൂടി സ്വാതന്ത്ര്യം ആയിരിക്കുന്നുണ്ട്, ഉണ്ട് അല്ലേ?